ആരാവ് ഇത് വിശാലാക്ഷി അമ്മയുടെ വീട് തന്നെയാണോ? കണ്ടിട്ടൊരു ബാറാണെന്ന് തോന്നുന്നു. നോക്കി, 4 കുടിയന്മാർ അടിച്ച് ഫിറ്റായിട്ടിരിക്കുന്നു. രാകേഷ്, കാർത്തിക്, ശിവ, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ വാതിലേക്കൊന്ന് നോക്കിയേ. സൂക്ഷിച്ച് നോക്കടാ. നമുക്ക് തിരിച്ചു പോയാലോ? 3-4 കുടിയന്മാരെ കണ്ടിട്ട് ഭയം നോടാനാണോ നമ്മൾ ഇത്രയും ദൂരം വന്നത്? വരൂ, ബോധമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോന്ന് നോക്കാം. വാ, ധൈര്യമായിട്ട് വാ. God is great. കാർത്തിക് അവന്റെ ഗേൾഫ്രണ്ട്സിനെ നമുക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ എന്താ? നമുക്കായി 2 സുന്ദരികൾ അതാ കാത്തു നിൽക്കുന്നു. അത്ഭുതം തന്നെ. ഏതായാലും കൂട്ടിലകപ്പെട്ട കിളികൾ പറന്നു പോകാതെ നോക്കണം. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരിക. എന്റെ പേര് ഇബ്രാഹിം കുട്ടി. താൻ മിണ്ടോ, ഈ സുന്ദരിമാരെ സംസാരിക്കട്ടെ. വി റെസ്പെക്ട് ലേഡീസ്. അല്ലാടെ ത്യാഗു. പിന്നെ അല്ലാതെ സംശയമുണ്ടോ? ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പ്രമാണം. വിശാലാക്ഷി അമ്മാളിന്റെ വിവരങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത്. വീട്ടിലെ ഫോൺ ആരും എടുക്കാത്തതുകൊണ്ട് ഓഫീസിലേക്ക് വിളിച്ചു നോക്കി. ഞാനാണ് സംസാരിച്ചത്. ഫോൺ എടുത്തയാൾ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ത്യാഗരാജൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് വിശാലാക്ഷി അമ്മാൾ ഇപ്പോൾ കമ്പനിയുടെ MD അല്ലെന്നാണ്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ആ മനുഷ്യൻ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വിശാലാക്ഷി അമ്മാൾ കോയമ്പത്തൂരിലേ ഇല്ല. ഹി സെഡ് ഷീസ് അബ്സ്കോണ്ടിങ്. ഞാൻ വിശാലാക്ഷി അമ്മാളിന്റെ ഭർത്താവിന്റെ സഹോദരിയാണ്. ഇവൾ എന്റെ മകളും. എന്റെ സിസ്റ്ററിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. അവരെ അവരുടെ ശത്രുക്കൾ അപകടപ്പെടുത്തിയെന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. I am Tyagarajan, Joint MD of Coimbatore Cotton Export Private Limited. ഞാൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാ. വിശാലാക്ഷി അമ്മാൾ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആരും അവരെ പറഞ്ഞയച്ചതല്ല, അവര് സ്വയം ഇറങ്ങിപ്പോയതാ. അത്ര മാത്രം കുഴപ്പങ്ങളാണ് അവര് കമ്പനിയിൽ ഉണ്ടാക്കിയത്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും തൊഴിലാളികളും അവരെ വെറുത്തു. അങ്ങനെ ഗത്യന്തരമില്ലാതെ അവർ ഓടിപ്പോയി. ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല. ബാലസുബ്രഹ്മണ്യം എവിടെ? അദ്ദേഹത്തെ വിളിക്കേ. താൻ വിളിച്ച ഉടനെ ഓടി ഇറങ്ങി വരേണ്ടവനാണോ ബാലസുബ്രഹ്മണ്യം? ഹീസ് ദ ചെയർമാൻ ഓഫ് എ റെപ്യൂട്ടഡ് കമ്പനി. അതെ, നീ ഒരു കാര്യം ചെയ്യ്, പോയി കോയമ്പത്തൂരൊക്കെ കറങ്ങിട്ട് ഈ സുന്ദരിമാരിവിടെ നിൽക്കട്ടെ. നീ വളരെ പ്രയാസപ്പെട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, നമ്മൾ ഗസ്റ്റായിട്ട് ഒരു നൈറ്റ് അല്ലേ ത്യാഗു?
അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വിശാലാക്ഷി അമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയാണെന്നോ? അതിന് ആ സ്ത്രീ വിവാഹമേ കഴിച്ചിട്ടില്ലല്ലോ. അവര് ഗർഭിണിയായി തെരുവി കിടന്ന കാലത്ത് ബാലുവിന്റെ അച്ഛൻ അഭയം കൊടുത്തു. അതായത് വേലക്കാരിയായി വീട്ടിൽ നിർത്തി. അദ്ദേഹത്തിന്റെ മകനെ വേലക്കാരി എന്ന നിലയിൽ അവൾ പരിചരിച്ചു. ആ മനുഷ്യൻ മരിച്ചപ്പോ സ്വത്തൊക്കെ തട്ടിയെടുത്ത് അവര് ബാലുവിന്റെ വളർത്തമ്മയായി മാറി. പിന്നെ ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് ഒരു ഊമ ചെറുക്കനെ. അവനെ നാടുവിട്ടുപോയി. കബളിപ്പിച്ചും വ്യഭിചരിച്ചും സ്വത്തുകാരിയാവാൻ ശ്രമിച്ച വിശാലാക്ഷിയെ കാലം തന്നെ വന്ന തെരുവിലേക്ക് തിരിച്ചയച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ബാലുവിനെ കരുവാക്കി നിങ്ങൾ എന്റെ ചേട്ടത്തി അപായപ്പെടുത്തിയതാണ്. ബാലു എവിടെ? വിളിക്കവനെ. നീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയട്ടെ. വിളിക്കേ. അധികം സംസാരിക്കാതെ വീട്ടിനകത്തോട്ട് പാടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. പെണ്ണുങ്ങളോട് ഇങ്ങനാണോ മക്കളെ പെരുമാറേണ്ടത്? ആ കൈ അങ്ങ് വിട്. ഡോ. വീട്ടിനകത്ത് വിസിലടിക്കുന്നുള്ളൂ. കോയമ്പത്തൂർ വന്നിട്ട് താൻ വിസിലടിച്ച് ആര് കേൾക്കാനാണോ? ഇവർ 4 പേരാണ് ഈ സ്ത്രീകളോട് മോശമായി പെരുമാറിയത്. അമ്പലമായിരുന്ന ഈ വലിയ വീട് ഇവരൊരു മദ്യഷാപ്പാക്കി മാറ്റി. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത ആഭാസന്മാര് ഇവരെ അടിച്ച് എല്ലൊടിച്ചു വിട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട, പോ. ഞാൻ ത്യാഗരാജൻ, ജോയിന്റ് എം ഡി, കോയമ്പത്തൂർ കോട്ടർ എക്സ്പെർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. നീ എം ഡി ആണല്ലേ? അതെ, എം ഡി ആണ്. അപ്പൊ എല്ലാരും പോയിക്കോ. ഏറ്റു മതിയോ? വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ലേ. ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിന്നൂടാ. വണ്ടി കയറിക്കോ. சுசிலாமா, நீங்க இப்ப வந்திருக்க கூடாது. அம்மா போயிட்டாங்க. அம்மா போனதோட இந்த வீட்டுல லட்சுமியும் போயிடுச்சு. ചേട്ടത്തി ഇപ്പോൾ എവിടെയുണ്ട്? കൊച്ചേട്ടന്റെ കല്യാണം നിശ്ചയിച്ചു. ചേട്ടത്തി ഇല്ലാണ്ട് എങ്ങനെ കല്യാണം നടക്കും? முதல்ல நாம இங்க இருந்து போயிடுவோம். என் வீடு பக்கத்துல தான். அம்மா போனதுக்கு அப்புறம் நாங்க யாருமே இந்த வீட்டுல வேலை பார்க்கறது இல்ல. அந்த பாலு வெறும் கன்றாவி. ஏறிக்கோங்கம்மா.
എന്താ ഇവിടെ നടന്നത്? രാകേഷ് അല്ല ത്യാഗു ചെയ്യല്ലേ? ത്യാഗു എന്താ? അയ്യോ അയ്യോ ആദ്യ 2 സ്ത്രീകളും ഇബ്രാഹിം കുട്ടി എന്നൊരുത്തനും വന്ന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ബാലു ഉറക്കമാണ്, ഇപ്പൊ അദ്ദേഹത്തെ ഉണർത്താൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 8 or 10 തടിയന്മാർ, കണ്ടാലറിയാം അവർ വാടക ഗുണ്ടകളാണെന്ന്. അയ്യോ, വീട്ടിനകത്തേക്ക് അവർ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കയറി. നിന്നെ കൊല്ലാൻ വിശാലാക്ഷി അമ്മാൾ അയച്ച ഗുണ്ടകൾ. ഞങ്ങൾ ഉള്ള കരുത്ത് മുഴുവൻ പ്രയോഗിച്ച് അവരെ തടഞ്ഞു. നിന്നെ കൊല്ലുന്നതിന് പകരം അവര് ഞങ്ങളെ 4 പേരെ കൊല്ലാക്കൊല്ലം ചെയ്തു. ബാലു, നീ സൂക്ഷിക്കണം. ഇന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുകൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇനി ഇത് ആവർത്തിക്കാം. നിന്റെ ജോലിക്കാര് പോലും ആ സമയത്ത് ഓടിക്കളഞ്ഞു. രാകേഷിനെ പോലെ അടിച്ചു വീഴ്ത്തിന്ന് പറയുമ്പോ ആ റൗഡികളെ ചില്ലറക്കാരല്ലോ. നീ ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതില് കുറ്റബോധമായിട്ട് കഴിയുന്നു. അതേസമയം വിശാലാക്ഷി അമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? അവർ എവിടെയോ മറഞ്ഞിരുന്ന് നിന്നെ ഇല്ലാതാക്കാൻ ഒരു ഗറില്ല യുദ്ധം തന്നെ തുടങ്ങിയിരിക്കുന്നു. നീ പേടിക്കണ്ട ബാലു. ഇനി എപ്പോഴും നിന്റെ മുമ്പിൽ ബോഡി ഗാർഡ്സായിട്ട് ഞങ്ങളുണ്ടാവും. വടിവേലുവിനും ചേട്ടത്തിയുടെ അഡ്രസ് അറിയില്ലേ? வேலை கிடைச்ச இடத்துல இருந்து முருகன் சாரு கடிதம் போட்டிருந்தாரு. அம்மா முருகன் சார் இருக்கிற இடத்துக்கு தான் போயிருப்பாங்க. ஆனா எந்த ஊர்ல இருந்து தான் கடிதம் வந்தது தெரியாது. மகாராணி மாதிரி வாழ்ந்த அந்த அம்மா இப்ப எங்க இருக்காளோ யாருக்கு தெரியும்? വല്യമ്മയെ കാണാൻ സാധിച്ചില്ല കൊച്ചമ്മാവ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും കോയമ്പത്തൂരിൽ നടന്നു. ചേട്ടത്തിയും ബാലുവും തമ്മിലുള്ള വഴക്ക് വല്ലാത്ത സ്ഥിതിയിലെത്തി. ആദ്യം ബാലുവിന്റെ കൂടെയുള്ള റൗഡികളുടെ ശല്യം സഹിക്കവയ്യാതെ മുരുകൻ നാടുവിട്ടു. ഇപ്പൊ സകല സ്വത്തുക്കളും ബാലുവിന് കൊടുത്ത് ചേട്ടത്തി കോയമ്പത്തൂർ വിട്ടുപോയി. എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയുമില്ല. ചേട്ടത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ജോലിക്കാരും കൂടെ ഇറങ്ങി. ചേട്ടത്തി മുരുകനുള്ള സ്ഥലത്തേക്കാണ് പോയതെന്ന് അവർ പറയുന്നു. പക്ഷെ ആ സ്ഥലം ഏതെന്ന് അന്ന് ചേട്ടത്തിയോടൊപ്പം ഇവിടെ വന്ന വിശ്വസ്തനായ വടിവേലുവിന് പോലും അറിയില്ല. കോയമ്പത്തൂരിലെ അമ്മായിയെ അറിയിക്കാതെയും ക്ഷണിക്കാതെയും കൊച്ചമ്മാവിന്റെ കല്യാണം നടത്തുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്താൽ നമ്മളും മറ്റുള്ളവരെ പോലെ നന്ദിയില്ലാത്തവരാവും. പക്ഷേ നമ്മൾ വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? മുഹൂർത്തം അറിയിച്ചു. രവീന്ദ്രൻ, കോമളം, സരോജം, പ്രസാദ് എല്ലാവരും നേരിട്ട് പോയി വിളിച്ചില്ലേ? അവരുടെയൊക്കെ വീട്ടിൽ ടെലിഫോണില്ലേ?
അമ്മായിയുടെ വേറബോട്ട്സ് കിട്ടിയിട്ട് പുതിയൊരു മുഹൂർത്തം നിശ്ചയിച്ച് വിളിച്ചു പറഞ്ഞാ പോരെ? അത് ശരിയാണ്. ചേട്ടത്തിക്ക് കൊച്ചേട്ടന് വലിയ കാര്യമാണ്. നീ പറയുന്നത് പോലെ ചേട്ടത്തിയുടെയും മുരുകന്റെയും പുതിയ വിലാസം കിട്ടുന്നവരെ നമുക്ക് ഈ കല്യാണം മാറ്റിവെക്കാം. കൊച്ചേട്ടൻ എന്തു പറയുന്നു? പ്രഭേ, ഒന്ന് പുറത്തേക്ക് വരൂ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം. അനിരുദ്ധൻ ചിറ്റപ്പം വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്തല്ലേ സുനിലേ? പ്രഭയെ കണ്ടിട്ട് ഒരുപാട് നാളായി, ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അച്ഛാ, മോക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സാ, മൈസൂർ പാക്കും ജിലേബിയും. ഇതൊരു സാരി, വില കൂടിയൊന്നുമല്ല, വീട്ടിലെടുക്കാം. ഇതിന്റെ വില വളരെ വലുതാണ് അച്ഛാ. പ്രസാദും അമ്മയും അച്ഛൻ ഇവിടെ വന്ന കാര്യം അറിഞ്ഞ വേണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് നല്ല ശകാരം കേൾക്കേണ്ടി വരും. അച്ഛൻ ഇരിക്കെ. അമ്മ നാമജപിക്കുകയാണെന്ന് തോന്നുന്നു. നാമജപത്തിന് അമ്മയ്ക്ക് പ്രത്യേക സമയമൊന്നുമില്ല. അടുക്കള ജോലി കഴിഞ്ഞാൽ പിന്നെ മിക്ക സമയവും വായനയും ജപവും തന്നെ. ചിറ്റപ്പന്റെ നെറ്റിയിൽ തൂറ്റി. നിന്റെ അടുത്ത് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. സരോജം പിടിച്ചല്ലേ ഇപ്പൊ കട്ടിലിടിച്ചതാ. നല്ല ആഴത്തിലുള്ള മുറിവാ. അത് സാരമില്ല.